നമ്മൾ ഇന്നലെ ചെയ്തത് പിക്സൽ ലാബ് എന്ന് എഴുതിയിട്ട് നമ്മൾ ഇൻഷോട്ട് പോയി ഒരു ചെറിയ വീട്ടുണ്ട്. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് അതിന് കളറൊക്കെ എങ്ങനെ ചേഞ്ച് കൊടുക്കുക, സ്ട്രോക്ക് കൊടുക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാ ചെയ്യുമ്പോൾ ഫോണ്ട് കൊടുക്കുക. ഫോണ്ട് ഏതെങ്കിലും ഇഷ്ടമില്ല ഫോണ്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഈ ഫോണ്ട് കൊടുത്തു. നമ്മൾ ഇങ്ങനെ ചെയ്തു. ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിതിപ്പം ഓരോ വേർഡുകൾ ഓരോ കളറാവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കളർ എടുത്തിട്ട് ഇവിടെ വരുമ്പോൾ കണ്ട നമുക്ക് ഇത്രത്തോളം ഒരു കളർ വേണം. എന്നിട്ട് വീണ്ടും ഞാൻ താഴോട്ട് പോയി ഈ കളറിൻ്റെ അടുത്ത് നമുക്ക് ഏത് കളറാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ കളർ സെലക്ട് ചെയ്യണം. ഇങ്ങനെ ഒന്ന് പിന്നെ അടുത്ത വേറെ കളർ കൊടുക്കാൻ ഇതുപോലെ വേറെ കളർ കൊടുക്കാം. അത് നമുക്ക് ഇങ്ങനെ വരുന്നു. ഇത് വേറെ കൊടുക്കും. വേറെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ 3 കളറാക്കി മാറ്റാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഇതിലേതാ കൊടുക്കാം, ഇത് നമ്മൾ കർവ് ഇങ്ങനെ വളച്ചു കൊണ്ടുവരാൻ ഇതൊക്കെയാണ്. ചെറിയ വേർഡുകളെല്ലാം നമ്മൾ വളച്ചു വെച്ചിട്ടില്ല, അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട ടൈപ്പ് ചെയ്തത് ഇങ്ങനെ ആയിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയാൽ പഴയ പോലെ ആക്കാൻ പറ്റും. ഇത് നമുക്ക് ഇങ്ങനെ ലൈനുകൾ ഒപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ചിലതെല്ലാം ലൈന് കറക്റ്റാക്കാൻ വേണ്ടിക്കെല്ലാം അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ ഇതിന് സ്ട്രോക്ക് കൊടുക്കും. നമുക്കിതിന് വൈറ്റ് സ്ട്രോക്ക് കൊടുക്കുന്നു. നമ്മളിതിങ്ങനെ കൊടുത്തു സ്ട്രോക്ക് കൊടുക്കും. അത് നമ്മൾ എഴുതിയ കളർ അങ്ങനെയുണ്ട്. ഡാർക്ക് ആണെങ്കിൽ ബ്ലാക്ക് അല്ലാണെങ്കിൽ വൃത്തിക്കാണ്. നമുക്ക് വേറെ ഏതെങ്കിലും കളർ സ്ട്രോക്ക് കൊടുത്തു നോക്കാം. എങ്ങനെയാവും ഇത് കൊടുത്തു നോക്കാം. കളർ ചേഞ്ച് സ്ട്രോക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? നമ്മൾ ഇന്നലെ ടൈപ്പ് ചെയ്ത് ഇൻഷോട്ട് ഇത് ഇതാക്കാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് ലൈൻ സ്പേസ് കൂട്ടാനും കുറക്കാനൊക്കെ ലൈൻ സ്പേസിങ് ഇങ്ങനെയൊക്കെ. പിന്നെ നിങ്ങൾ ഇത് കണ്ട് ചെയ്യുന്നവരാണെങ്കിൽ എന്താക്കുക, ഓരോന്ന് ചെയ്ത് നോക്കാം എന്താവുന്നില്ലത്. പയ്യെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരും സംഭവങ്ങൾ. എന്നാൽ പിന്നെ ശരി, ഇത് കാണുന്നവരെന്താക്കുക ചെയ്ത് നോക്കാം.